Dear students, welcome to cooperation class. In the previous class, we were discussing about the cooperative principles formulated by the earlier form of cooperative societies in the world. In this class, we are going to discuss about the cooperative principles accepted by the International Association, similarly other societies in the different world. So these cooperative principles are the basic rules regarding the functioning of a cooperative society. These rules make them to be separate from other type of institutions. These cooperative principles make the cooperative movement a unique one in comparison with the other forms of organization. Let us start our class. So there is an agency, International Cooperative Alliance. It is the highest body in the world which deals with the cooperative movement. ICA has developed or accepted 6 principles for cooperation. There are some other principles also that will also be discussed. 6 principles promoted by ICA which is accepted universally. First one, voluntary association or open membership. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സഹകരണ സംഘത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വോളണ്ടറി അസോസിയേഷൻ, സ്വമേധയാ ഉള്ള ആൾക്കാരുടെ ഒരു സംരംഭമാണ്. ദർ ഈസ് നോ കമ്പൽഷൻ ടു ജോയിൻ ഓർ ടു വിഡ്രോവൽ. ഒരാളെയും നമ്മൾ നിർബന്ധിച്ച് ഇതിനകത്ത് ചേർക്കുന്നില്ല, ഒരാളെയും നിർബന്ധിച്ച് പുറത്താക്കുന്നില്ല. അപ്പോൾ വോളണ്ടറിസം, എന്തുകൊണ്ടാണ് വോളണ്ടറി മെമ്പർഷിപ്പ് എന്ന് ചോദിച്ചാൽ, സ്വമേധയാ ഒരാൾ ഒരു പ്രസ്ഥാനത്തിൽ ചേരുമ്പോൾ അത് അദ്ദേഹത്തിന് നന്നായി ജോലി ചെയ്യുവാനും പ്രവർത്തിക്കാനുമുള്ള അവസരം ഉണ്ടാകും. അപ്പോൾ വോളണ്ടറിസം ലീഡ്സ് ടു ബെറ്റർ വർക്ക് ആൻഡ് ഡെവലപ്പ് ഇനീഷ്യേറ്റീവ് എമംഗ് അതേഴ്സ്. അപ്പം സ്വമേധയാ ഉള്ള നമ്മുടെ ആ ഒരു പങ്കാളിത്തം ബാക്കിയുള്ളവരെയും കൂടെ അതിനകത്തേക്ക് നയിക്കുന്നതിന് ഇടയാക്കും. അപ്പം കോമൺ എക്കണോമിക് ഇൻട്രസ്റ്റ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ തൊഴിലാളികൾക്ക് അവർക്ക് വേണ്ട സാധനങ്ങൾ സപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഫാർമേഴ്സ് അവർക്ക് വേണ്ട ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഒരേ എക്കണോമിക് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ ഒരുമിച്ച് ചേരുകയും അവർ ചേർന്നതിന് ശേഷം അവരൊരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടാക്കുകയും ചെയ്യും. ദർ ഈസ് നോ ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ കാസ്റ്റ്, ക്രീഡ്, കളർ ഓർ റിലീജിയൻ. മതപരമോ ജാതിപരമോ രാഷ്ട്രീയമായിട്ടോ വർഗവർണ്ണ വ്യത്യാസമൊന്നുമില്ലാതെ മെമ്പർഷിപ്പ് കൊടുക്കും. ദ പേഴ്സൺ മസ്റ്റ് ഹാവ് ലെജിറ്റിമേറ്റ് ഇൻട്രസ്റ്റ് ഇൻ ദ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ആ സൊസൈറ്റിയിൽ അയാൾക്ക് ന്യായമായ വ്യക്തിപരമായ അയാൾക്ക് നിയമപ്രകാരമുള്ള ഒരു താല്പര്യം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റി, അവിടെ ഒരു മണി ലെൻഡറെ മെമ്പറായിട്ട് എടുക്കില്ല. എന്താ കാരണം? അയാൾ അവിടെ നിന്ന് പണം ലോൺ എടുത്താൽ കൂടിയ തുകയ്ക്ക് പുറത്ത് മറിച്ച് കൊടുക്കുന്ന ആളാണ്. അപ്പോൾ ഫാർമേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ മാത്രമേ, അതാണ് ലെജിറ്റിമേറ്റ് ഇൻട്രസ്റ്റ് ഇൻ ദ സൊസൈറ്റി. സോ സൊസൈറ്റി ഫോംഡ് വിത്ത് സ്പെസിഫിക് ഇൻട്രസ്റ്റ് വിൽ അഡ്മിറ്റ് ഓൺലി സച്ച് മെമ്പേഴ്സ്. ഫോർ എക്സാമ്പിൾ ഇപ്പം ആർട്ടിസാൻസിൻ്റെ സൊസൈറ്റി, അവരുണ്ടാക്കുന്ന കരകൗശല ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൊസൈറ്റിയാണെന്ന് വിചാരിക്കുക. ഓൺലി ആർട്ടിസാൻസ് ക്യാൻ ബിക്കം മെമ്പേഴ്സ്. അപ്പോൾ ഓപ്പൺ മെമ്പർഷിപ്പ് മീൻസ് എനിബഡി ക്യാൻ ജോയിൻ ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ദർ ഈസ് നോ ഡിസ്ക്രിമിനേഷൻ, ദർ ഈസ് നോ ഡിവിഷൻ റിഗാർഡിംഗ് പൊളിറ്റിക്സ് ഓർ റിലീജിയൻ ഓർ കളർ, വാട്ട് എവർ മേ ബി. സ്പെഷ്യൽ പർപ്പസ് സൊസൈറ്റീസ് അഡ്മിറ്റ് ഓൺലി ദോസ് പീപ്പിൾ വിത്ത് ദാറ്റ് പർട്ടിക്കുലർ ആക്ടിവിറ്റി. രണ്ടാമത് ഡെമോക്രാറ്റിക് കൺട്രോൾ, ജനാധിപത്യ നിയന്ത്രണം എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് തന്നെയാണ്, ഈച്ച് മെമ്പർ ഈച്ച് വോട്ട് എന്നുള്ളതാണ് സഹകരണ പ്രസ്ഥാനത്തിലെ നിയമം. എന്താണ് കാരണം? ഇറ്റ് പ്രൊവൈഡ്സ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ടു ഓൾ മെമ്പേഴ്സ് ഇൻ ദ ആക്ടിവിറ്റീസ്. അപ്പം ഷെയറിൻ്റെ ഒരാൾ, എനിക്ക് 100 ഷെയർ ഉണ്ടെങ്കിൽ കമ്പനിയിൽ എനിക്ക് 100 വോട്ടുണ്ട്, എന്നാൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ എനിക്ക് 1 വോട്ടേ ഉള്ളൂ. അപ്പോൾ എവ്രിബഡി ഈസ് ഹാവിങ് ഈക്വൽ ചാൻസ്. അത് റിച്ച് ആണെങ്കിലും പോർ ആണെങ്കിലും എത്ര ഷെയർ ഉണ്ടെങ്കിലും അയാളുടെ പവർ സെയിം ആണ്. അപ്പോൾ ഓൾ മെമ്പേഴ്സ് ഹാവ് ടു ടേക്ക് പാർട്ട് ഇൻ ദ കൺട്രോളിങ് ഓർ ഇൻ ദ മാനേജ്മെന്റ് ഓഫ് ദ സൊസൈറ്റി. ജനറൽ ബോഡി നമുക്കറിയാം, there will be a general body with all the members of the society. The general body meets
2 or 3 times in a year. It will take important decisions. Day-to-day management of the society is conducted by managing committee, board of directors. അവരാണ് ഡേ ടു ഡേ മാനേജ്മെൻറ്റ് നടത്തുന്നത്. ഇവിടെ വേറെ പ്രത്യേകത പ്രോക്സി വോട്ടിംഗ് ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ നേരിട്ട് വന്നെങ്കിൽ മാത്രമേ എനിക്ക് അവിടെ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പറ്റൂ. യു കനോട്ട് അപ്പോയിൻറ്റ് എനിബഡി ആസ് യുവർ റെപ്രസെൻറ്റേറ്റീവ്. അപ്പം ഇതിൻ്റെ പ്രധാനപ്പെട്ട പർപ്പസ് എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് കൺട്രോളിൽ പ്രൊവൈഡിങ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ടു ഓൾ കാറ്റഗറീസ് ഓഫ് പീപ്പിൾ, എഡ്യൂക്കേറ്റിംഗ് മെമ്പേഴ്സ് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് കോപ്പറേഷൻ, സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പ്രാധാന്യം ജനങ്ങളെ മനസ്സിലാക്കുക. പിന്നെ പവർ ഇസ് നോട്ട് ബേസ്ഡ് ഓൺ മെറ്റീരിയൽ വാല്യൂസ് ബട്ട് ഓൺ ഹ്യൂമൻ വാല്യൂസ്. അപ്പോൾ അധികാരം എന്ന് പറയുന്നത് അത് പണത്തിലല്ല, മാനുഷിക മൂല്യങ്ങളിലാണ് എന്നതാണ് സഹകരണ പ്രസ്ഥാനം പറയുന്ന കാര്യം. അപ്പോൾ രണ്ടാമതായിട്ട് ഡെമോക്രാറ്റിക് കൺട്രോൾ, സിംഗിൾ പേഴ്സൺ സിംഗിൾ വോട്ടാണ്. അത് വോളണ്ടറിസത്തിൽ അധിഷ്ഠിതമാണ്. ദർ ഈസ് എ ജനറൽ ബോഡി, ദർ ഈസ് എ മാനേജിംഗ് കമ്മിറ്റി. ദ പർപ്പസ് ഈസ് ടു സെർവ് ദ സൊസൈറ്റി. മൂന്നാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ്. നമുക്കറിയാം കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ നോട്ട് പ്രോഫിറ്റ് ഓറിയൻറ്റഡ്, ദേ ആർ സർവീസ് ഓറിയൻറ്റഡ്. In the due course of its business, it may have some profit, surplus. This surplus is distributed among the members on some equitable basis. That is, the distribution of surplus is made in proportion to the transactions or business done by the member. Profit is distributed not according to shareholding, but according to the purchases made. ഒരു കമ്പനി ആണെങ്കിൽ നമുക്ക് എത്ര ഷെയർ ഉണ്ടോ അത്രയും ഷെയറിന് ആനുപാതികമായി ഡിവിഡൻഡ് കിട്ടും. എന്നാൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ഷെയർസ്, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ക്വാണ്ടിറ്റി ഓഫ് ബിസിനസ് ഡൺ ബൈ യു. ഫോർ എക്സാമ്പിൾ, ഒരു മിൽക്ക് സൊസൈറ്റി, അവിടെ പാല് സപ്ലൈ ചെയ്യുന്ന കർഷകർ, ഒരാൾ 100 ലിറ്റർ പാല് ആണ് ഒരു മാസം സപ്ലൈ ചെയ്തത്, വേറൊരാൾ 500 ലിറ്റർ പാലാണ് സപ്ലൈ ചെയ്തത്. 500 ലിറ്റർ പാല് സപ്ലൈ ചെയ്താൽ കൂടുതൽ ലാഭം കിട്ടും, 100 ലിറ്റർ കൊടുത്താൽ അത് കുറച്ച് ലാഭമേ കിട്ടും. സോ പ്രൊപ്പോർഷണേറ്റ് ടു ദിയർ ബിസിനസ്. അപ്പോൾ അതിന് പറയുന്ന വേറൊരു പേരാണ് പാട്രണേജ് ഡിവിഡൻഡ് എന്നാണ് പറയുക. സർപ്ലസ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ എ മാനർ ദാറ്റ് വൺ മെമ്പർ ഗെയിനിങ് അറ്റ് ദ എക്സ്പെൻസ് ഓഫ് അനദർ. അതായത് ഒരു മെമ്പർ മറ്റൊരാളുടെ ചെലവിനകത്ത് ലാഭം ഉണ്ടാക്കാനായിട്ട് അനുവദിക്കില്ല. മെമ്പേഴ്സ് ഹാവ് ദ ഫ്രീഡം ടു ഡിസൈഡ് ഹൗ ദി സർപ്ലസ് ഹാസ് ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ്. അപ്പോൾ ജനറൽ ബോഡിയിലാണ് അത് തീരുമാനിക്കുക. സൊസൈറ്റിയുടെ റിസർവ്സിലേക്ക് പ്രോപ്പറായിട്ടുള്ള എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യണം. നാലാമതായിട്ട് ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഈസ് ഹാവിങ് എ വെരി ഇമ്പോർട്ടൻറ്റ് പെക്യുലാരിറ്റി, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അപ്പം ക്യാപിറ്റൽ അല്ല പ്രാധാന്യമുള്ളൊരു കാര്യം, ക്യാപിറ്റൽ രണ്ടാമതുള്ളൊരു കാര്യമാണ്. അപ്പോൾ ക്യാപിറ്റൽ ഈസ് സബോർഡിനേറ്റഡ് ഇൻ കോഓപ്പറേറ്റീവ്സ് ബിക്കോസ് ഇറ്റ് ബ്രിങ്സ് ഇൻജസ്റ്റിസ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ കൂടുതൽ ക്യാപിറ്റൽ കൊണ്ടുവരുന്ന ആൾ കൂടുതൽ പവർഫുൾ ആവുകയും കുറഞ്ഞ ക്യാപിറ്റൽ കൊണ്ടുവരുന്ന ആൾ അത്രത്തോളം പവർഫുൾ അല്ലാതാവുകയും ചെയ്യും. അപ്പം ക്യാപിറ്റൽ, മൂലധനം, പണം എന്ന് പറയുന്നത് ഇൻജസ്റ്റിസിന് ഇടയാക്കും. അതുകൊണ്ട് ഇക്വാലിറ്റിയാണ്. അപ്പം ഈ പറയുന്ന സൊസൈറ്റിയിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുത്താൽ പണമുള്ളവർ കൂടുതൽ പണം അവർ ഡെപ്പോസിറ്റ് ചെയ്യും, അത് കൂടുതൽ സ്വാധീനിക്കാനിടയാവും. അപ്പം ദ സൊസൈറ്റി ഹാവ് ടു ഗിവ് ഫെയർ റിട്ടേൺ, അതർവൈസ് മൊബിലൈസേഷൻ ഓഫ് ക്യാപിറ്റൽ വിൽ ബി ഡിഫിക്കൽട്ട്. അപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്ന 10%, 12% ഒന്നും കൊടുക്കില്ല. മിനിമം ലെവലിലുള്ള റിട്ടേൺ മാത്രമേ ഈ സൊസൈറ്റി ഷെയറിന് പകരമായിട്ട് അല്ലെങ്കിൽ ക്യാപിറ്റലിന് പകരമായിട്ട് കൊടുക്കുകയുള്ളൂ. അപ്പം ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ദിസ് ഈസ് ഡൺ ഡ്യൂ ടു ദ മെയിൻറ്റെയിനിങ് ദ സൊസൈറ്റി ഇൻ എ നോൺ പ്രോഫിറ്റ് ക്യാരക്ടർ. ലാഭമല്ലാത്ത ഒരു മൂവ്മെൻ്റ് ആണ്, അതായത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണത്. ഇപ്പം നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയതുകൊണ്ട് തന്നെ അതിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ മിനിമം ലെവലിലായിരിക്കും. ക്യാപിറ്റൽ ഹാസ് ടു സെർവ് ബട്ട് നോട്ട് അലൗഡ് ടു ഡോമിനേറ്റ്. ക്യാപിറ്റൽ സർവീസ് അത് യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതല്ല നിയന്ത്രിക്കുന്നത്. അപ്പോൾ റേറ്റ് ഷുഡ് ബി ലിമിറ്റഡ് ആൻഡ് ഫിക്സ്ഡ്. ദെൻ അഞ്ചാമത്തെ പ്രിൻസിപ്പിൾ കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ. So cooperative education means providing education or awareness among the people about the cooperative principles and other aspects. അപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ഇൻ റിലേഷൻ ടു കോപ്പറേഷൻ.
സക്സസ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഡിപ്പെൻഡ്സ് ഓൺ എൻലൈറ്റൻഡ് മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ ആൾക്കാരെ ആ പ്രസ്ഥാനവുമായി കൂടുതൽ അടുപ്പിച്ച് നിർത്താനുള്ള ബോധവൽക്കരണം, അവരെ കൂടുതൽ ബോധവൽക്കരിച്ച് അവരെ കൂടുതൽ ഉത്തേജിപ്പിച്ച് സഹകരണ പ്രസ്ഥാനത്തോട് ചേർത്ത് നിർത്താൻ നമുക്ക് സാധിക്കണം. The success of a movement depends on enlightened membership. That means members have clear vision or idea about the cooperative movement. Every member should be aware about the principles of cooperation. അപ്പോൾ നമ്മൾ ഈ പഠിക്കുന്ന പ്രിൻസിപ്പിൾസ് എല്ലാവരും അറിഞ്ഞിരിക്കണം. So education must be given to members, officers, employees and public. സഹകരണ പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഇതിൻ്റെ ഈ വിദ്യാഭ്യാസം, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ അറിയാം ബികോം കോർപ്പറേഷൻ പഠിച്ചെങ്കിൽ ഒരു ജോലി കോപ്പറേറ്റീവ് സ്ഥാപനത്തിൽ കിട്ടും. എന്താ കാരണം? ഇത് പഠിച്ച ഒരാളെ മാത്രമേ അവിടെ എടുക്കാനായിട്ട് പറ്റൂ. അപ്പോൾ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഇസ് കമ്പൽസറി ടു ബിക്കം ആൻ എംപ്ലോയി ഇൻ എ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ. സിമിലർലി മെമ്പേഴ്സ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, പബ്ലിക്, all of them should be aware about the cooperative principles. There should be an effort to educate the public regarding the cooperative principles. Then cooperation among cooperatives or principle of growth എന്ന് പറഞ്ഞാൽ the cooperative movement is functioning on a non-profitable or on a service manner. The cooperative movement should support each other. ഫോർ എക്സാമ്പിൾ ഒരു കോപ്പറേറ്റീവ് പ്രിൻറ്റിംഗ് പ്രസ് ഒരു സ്ഥലത്തുണ്ട്, ഒരു ബാങ്ക് ഒരു സ്ഥലത്തുണ്ട്, ഒരു കോപ്പറേറ്റീവ് ഡയറി സൊസൈറ്റികളുണ്ടെന്ന് വിചാരിക്കാം. ഈ കോപ്പറേറ്റീവ് പ്രിൻറ്റിംഗ് പ്രസ്സിലേക്കുള്ള പ്രിന്റ് ചെയ്യാൻ ബാങ്കും മറ്റ് സ്ഥാപനങ്ങളും പ്രിൻറ്റിംഗ് വർക്ക് ഉള്ള ഓർഡർ കൊടുക്കേണ്ടത് എവിടെയാണ് കൊടുക്കേണ്ടത്? പ്രിൻറ്റിംഗ് പ്രസ്സിലാണ്. ദെൻ ഓൺലി ദ കോപ്പറേറ്റീവ് പ്രിൻറ്റിംഗ് പ്രസ് ക്യാൻ സർവൈവ്. എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ കോപ്പറേഷൻ എമംഗ് ദംസെൽസ്, എമംഗ് കോപ്പറേറ്റീവ്സ് ആക്റ്റീവ്ലി കോപ്പറേറ്റ് അറ്റ് ലോക്കൽ, നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ലെവൽ. അപ്പം ലോക്കൽ ഗ്രാമപ്രദേശത്തുള്ള സൊസൈറ്റികൾ തമ്മിൽ സഹകരിക്കണം. അതേപോലെ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ലെവൽ. ദർ ഷുഡ് ബി ക്ലോസർ എക്കണോമിക് ഇന്റഗ്രേഷൻ. ആൾക്കാർ സൊസൈറ്റികൾ തമ്മിൽ വളരെ അടുത്ത സാമ്പത്തികമായ ഒരു ഇടപെടൽ ഉണ്ടാവണം, ഒരു സമന്വയം ഉണ്ടാവണം. ദിസ് പ്രിൻസിപ്പിൾ ഓഫ് സോളിഡാരിറ്റി വിൽ റെസ്ക്യൂ ദ അതർ കോപ്പറേറ്റീവ്സ്. അപ്പം ക്ഷീണത്തിലുള്ള അല്ലെങ്കിൽ വീക്കായിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ ഹെൽപ്പ് ചെയ്യാൻ ഇത് സഹായിക്കും. ഈ 6 പ്രിൻസിപ്പിൾസ് ആണ് ICA, ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ്, മുമ്പോട്ട് വെച്ച്. ഇത് കൂടാതെ കുറച്ച് പ്രിൻസിപ്പിൾ ഞാൻ പെട്ടെന്ന് പറയാം. സെൽഫ് ഹെൽപ്പ് ത്രൂ മ്യൂച്വൽ ഹെൽപ്പ്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിന്റെ അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാന തത്വമാണ് ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്. അപ്പോൾ പരസ്പര സഹായം, പരസ്പര സഹകരണം എന്നുള്ളതാണ് ഇതിന്റെ അടിസ്ഥാന തത്വം. ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഫ്രം ഫിനാൻഷ്യലി വീക്ക് സെക്ഷൻസ്. അപ്പം അവരുടെ വീക്ക്നെസ്, അവരുടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ മാറ്റി അവരെ എന്ത് ചെയ്യുക, അവരെ കൂടുതൽ മുമ്പോട്ട് കൊണ്ടുവരിക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഇവരുടെ പാവപ്പെട്ട ആൾക്കാരുടെ ചെറിയ സമ്പാദ്യങ്ങൾ ശേഖരിച്ച് ദി സ്മോൾ സേവിങ്സ് ആർ യൂട്ടിലൈസ്ഡ് ഫോർ ദ കോമൺ ബെനിഫിറ്റ് ഓഫ് ദ സൊസൈറ്റി, കോമൺ ബെനിഫിറ്റ് ഓഫ് ദ മെമ്പേഴ്സ്. അപ്പം സെൽഫ് ഹെൽപ്പ് ത്രൂ മ്യൂച്വൽ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ സേവിങ്സിൽ കൂടെ അവനവനെ സഹായിക്കുക. നമ്മുടെ സേവിങ്സ് ഒരുമിച്ച് ചേരുമ്പോൾ ഇറ്റ് വിൽ ഹെൽപ്പ് അതേഴ്സ്. അപ്പം സെൽഫ് ഹെൽപ്പ് ത്രൂ മ്യൂച്വൽ ഹെൽപ്പ് അല്ലെങ്കിൽ ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്, ഇത് കോപ്പറേറ്റീവ്സിൻ്റെ ഒരു മുദ്രാവാക്യമാണ്. അത് നമ്മളിവിടെ പ്രധാനമായിട്ടുള്ളൊരു ആശയമാണ്. ദെൻ ക്യാഷ് ട്രേഡിംഗ്. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ ഫങ്ഷനിങ് ഓൺ എ നോൺ പ്രോഫിറ്റ് ബേസിസ്. അപ്പം ലാഭത്തിന് വേണ്ടി അല്ല പ്രവർത്തിക്കുന്നത്. ദേ ആർ സെല്ലിംഗ് പ്രോഡക്ട്സ് അറ്റ് എ ലോവർ പ്രൈസ്. സിമിലർലി ദേ ഹാവ് ഓൺലി ലിമിറ്റഡ് ക്യാപിറ്റൽ. അപ്പോൾ കടമായിട്ട് ആൾക്കാർ സാധനങ്ങൾ അവിടെ നിന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ ദീ സൊസൈറ്റീസ് മേ ഹാവ് സം വർക്കിംഗ് ക്യാപിറ്റൽ പ്രോബ്ലം. ദേ മേ ബി ഇൻ ക്രൈസിസ്. അപ്പോൾ ഫ്രം ദ ഇനീഷ്യൽ സ്റ്റേജസ് ഓഫ് ദ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ദ പ്രൊമോട്ടേഴ്സ് ഡിമാൻഡ് ഫോർ ക്യാഷ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ റെഡി ക്യാഷ് കൊടുത്ത് സാധനങ്ങൾ വാങ്ങുക. അപ്പോൾ ദെൻ ഇറ്റ് വിൽ ബി ഏബിൾ ടു മാനേജ് ദ സൊസൈറ്റി ഇൻ ആൻ ഇഫക്റ്റീവ് മാനർ. അപ്പം തൊഴിലാളികളെ ആണെങ്കിലും കടം സ്വന്തം ക്യാഷ് കൊടുത്ത് സാധനങ്ങൾ വാങ്ങാൻ പ്രേരിപ്പിച്ചാൽ കടം വാങ്ങുന്ന ശീലത്തിൽ നിന്ന് അവരെ സേവ് ചെയ്യാൻ സാധിക്കും. മെമ്പേഴ്സ് ഹാവ് ടു ലിവ് വിത്തിൻ ദെയർ മീൻസ്. അവരുടെ വരുമാനം ഉപയോഗിച്ച് അവർക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. ഇപ്പം ക്യാഷ് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു ഫീച്ചറാണ്. പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി. നമുക്കറിയാം ഒരു കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ വളരെ പ്രധാനമായി ഉണ്ടായിരിക്കേണ്ട ഒരു ഫീച്ചറാണ്, ഒരു പ്രിൻസിപ്പലാണ് ഒരു തരത്തിലുള്ള എന്താ പറയുക പക്ഷപാതപരമായ പെരുമാറ്റം. രാഷ്ട്രീയമോ മതപരമോ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിന് വേണ്ടി നിലനിൽക്കാതിരിക്കുക.
അപ്പം ഇറ്റ് ഈസ് ആൻ എക്കണോമിക് എന്റർപ്രൈസ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ പുവർ. അപ്പോൾ ദർ ഈസ് നോ ഡിസ്ക്രിമിനേഷൻ ഓൺ റിലീജിയസ് ഓർ പൊളിറ്റിക്കൽ ഗ്രൗണ്ട്സ്. It will not support the interest of any particular political party or any particular religious group. Or keeping their independence from the state. ഗവൺമെന്റിൽ നിന്ന് അകലം പാലിക്കുക, ഗവൺമെന്റിന്റെ നയങ്ങൾ നടപ്പാക്കുക എന്നല്ല, ഗവൺമെന്റ് ഭരിക്കുന്ന പാർട്ടിയുടെ താല്പര്യങ്ങൾ നടക്കുക എന്നുള്ളതല്ല. അപ്പോൾ കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു ഫീച്ചറാണ് പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി. രാഷ്ട്രീയവും മതപരവുമായ ബന്ധം അതിൽ നിന്ന് വിട്ടു നിൽക്കുക, അതിൽ നിന്ന് ന്യൂട്രലായി നിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പലാണ്. പ്രിൻസിപ്പിൾ ഓഫ് ത്രിഫ്റ്റ്, ദാറ്റ് മീൻസ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് എയിംസ് ഫോർ മൊബിലൈസേഷൻ ഓഫ് ത്രിഫ്റ്റ്. ഓൾ ദ മെമ്പേഴ്സ് ഹാവ് ടു മൊബിലൈസ് ത്രിഫ്റ്റ് ആൻഡ് ദിസ് ത്രിഫ്റ്റ് ഹാവ് ടു ബി ഡെപ്പോസിറ്റഡ് ഇൻ ദ സൊസൈറ്റി. അപ്പം ഒരു വ്യക്തിക്ക് അയാളുടെ സമ്പാദ്യശീലം വളർത്തിയെങ്കിൽ മാത്രമേ അയാൾക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുള്ളൂ. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എ പ്രിൻസിപ്പിൾ ഓഫ് ത്രിഫ്റ്റ്. പ്രിൻസിപ്പിൾ ഓഫ് സർവീസ്, cooperative movement, the main aim is to serve the society. അപ്പോൾ എലിമിനേഷൻ ഓഫ് മിഡിൽമെൻ, ഇടയ്ക്ക് ലാഭം ഉണ്ടാക്കുന്ന ആൾക്കാരെ ഒഴിവാക്കിയിട്ട് ആ ലാഭം കൂടി അതിൻ്റെ പ്രൊഡ്യൂസേഴ്സിനും കൺസ്യൂമേഴ്സിനും വീതം വെച്ച് നൽകുക എന്നുള്ളതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. സോ നോൺ എക്സ്പ്ലോയിറ്റേറ്റീവ് ആൻഡ് ഇൻറ്റൻഡഡ് ടു പ്രൊമോട്ട് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ്. സാമൂഹികമായ നന്മ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ സേവനമാണ് അതിൻ്റെ മുഖമുദ്ര. Principle of equity, that means equality, there is no injustice. അപ്പം എല്ലാവർക്കും തുല്യ പ്രാധാന്യം നൽകുന്ന, ഈക്വൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന ഒരു മൂവ്മെൻ്റാണ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. പ്രിൻസിപ്പിൾ ഓഫ് ഹോണററി സർവീസ്, ദാറ്റ് മീൻസ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ നേതൃത്വം കൊടുക്കുന്ന ആൾക്കാർ കഴിയുന്നിടത്തോളം അവർ റെമ്യൂണറേഷൻ ഇല്ലാതെ സേവനം ചെയ്യാൻ പറ്റുന്നവരായിരിക്കണം. then only a cooperative society can be run. അത് പണ്ട് അത് അങ്ങനെ തന്നെയായിരുന്നു. ബട്ട് ഇന്ന് നമ്മളത് പ്രൊഫഷണൽ മാനേജ്മെൻ്റ് ഒക്കെ വന്നതോടുകൂടി യു ഹാവ് ടു അപ്പോയിൻറ്റ് ബിസിനസ് ഗുഡ് ക്വാളിറ്റി എംപ്ലോയീസ് ഇൻ ദ സൊസൈറ്റി. ബട്ട് ദ ലീഡ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓൾ ഓഫ് ദം ആർ വർക്കിംഗ് ഓൺ ഓണററി സർവീസ്. ഓണസ്റ്റ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ പിന്നെ നല്ല വിശ്വസ്തമായ കച്ചവടം, അൺഅഡൾട്ടറേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് കൊടുക്കുക, നല്ല ഉൽപ്പന്നങ്ങൾ കൊടുക്കുക, അതൊക്കെയാണ്. അപ്പം ഇത്രയും പ്രിൻസിപ്പിൾസ്, അപ്പം ഇതിൽ 6 പ്രിൻസിപ്പിൾസ് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് അക്സെപ്റ്റ് ചെയ്ത, ലോകമൊട്ടാകെ അക്സെപ്റ്റ് ചെയ്യപ്പെട്ട പ്രിൻസിപ്പിൾസ് ആണ്. ബാക്കിയുള്ളതും പ്രിൻസിപ്പിൾസ് തന്നെയാണ്. അപ്പം ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ. ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോർഷൻ. യു ഹാവ് ടു സ്റ്റഡി ഇറ്റ് ഇൻ ഡീറ്റെയിൽ. താങ്ക് യു.